Good afternoon, all. Good afternoon. Good afternoon, ma'am. Okay, good afternoon. നമുക്ക് ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ഭാഗം കൂടി അല്ലെ ലാസ്റ്റ് ഭാഗം കൂടെ നമുക്ക് എടുത്ത് തീർക്കാനുണ്ട്. എല്ലാവരും പറഞ്ഞുപോയോ? എന്തായാലും എടുക്കുക, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എടുക്കുക. ഓൺലൈൻ സെക്യൂരിറ്റി തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അതെ മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെയും കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കറിയാവുന്ന മാതിരി ഒരു ഫോൺ ഇപ്പൊ തന്നെ ഫോണൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും എക്സാം റേറ്റ് ഒക്കെ നിങ്ങൾക്ക് തരും. അധികം വൈകാതെ തന്നെ എടുത്ത് തീരുന്നതനുസരിച്ചിട്ട് എക്സാം റേറ്റ് ഒക്കെ തരും. അപ്പൊ ഇത് നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഞാൻ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇതിനോടൊപ്പം ഇത് കഴിയുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് എടുത്ത് വെച്ചേര്. അപ്പോ എന്തായാലും എന്താ പറയാ ക്ലാസ് കഴിയുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻസ് കഴിയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം പറയും. അപ്പൊ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് അത്യാവശ്യം കാര്യങ്ങൾ കവർ ചെയ്തിട്ട് ഇനിയിപ്പം ലാസ്റ്റ് ഭാഗത്ത് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഒരു ഫോൺ കോൾ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ആർക്കും നിങ്ങളുടെ ഐഡന്റിറ്റി മറ്റുള്ളവർക്ക് ക്രാക്കേഴ്സ് ഒക്കെ വരുന്നുണ്ടാവും, വിളിച്ച് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആരുമായിട്ട് പങ്കുവെക്കരുത്. ഒരുപക്ഷെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞ് തന്നെയായിരിക്കും അവര് നിങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്തെടുക്കാനൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ ഒരു ഇൻഫോർമേഷൻസ് നമുക്കറിയാം, ഇങ്ങനെയൊരു ഇൻഫോർമേഷൻസ് അത് സാധാരണയായിട്ട് നമുക്ക് തരുന്നത് ജനങ്ങളെല്ലാം ബോധവാന്മാരാക്കാൻ വേണ്ടി. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഈ ചൂഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു പോർഷൻസ് അത് ഏത് തരത്തിലുള്ള രീതിയിലാണ് ജനങ്ങള് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറിന്റെ ആ ഒരു രീതി നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്തിട്ട് ചൂഷണം ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് വിവരിക്കുന്നത്. ഒക്കെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് റെഫേഴ്സ് ടു ന്യൂമറസ് റിസ്ക്സ് ആൻഡ് vulnerabilities that can compromise the security of individuals, organizations and systems when using the internet. അതായത് നമ്മളെ വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഓർഗനൈസേഷൻസ് എല്ലാം അവര് നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനങ്ങളൊക്കെ അവര് നന്നായിട്ട് തന്നെ വെള്ളായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോവുകയായിരിക്കും. അതിനിടയിലായിരിക്കും എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ക്രാക്കേഴ്സ് അവര് വന്ന് ചൂഷണം ചെയ്ത്, അതായത് നുഴഞ്ഞു കയറി ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും ചിലപ്പോ ഓതറൈസ് എന്നുള്ള ലേബൽ കൊടുത്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും മറ്റൊന്നിനെ ചൂഷണം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇവര് നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അത് ഇൻഡിവിജ്വൽസിന്റെ കാര്യങ്ങളിലേക്കാവും. നമുക്കറിയാം അക്കൗണ്ട്സുകൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നെല്ലാം പണങ്ങളെല്ലാം എന്തെങ്കിലും രീതിയിലേക്ക് അവര് എന്തെങ്കിലും നമ്മളിൽ നിന്ന് തന്നെ ഡീറ്റെയിൽസ് ചോർത്തി എടുത്തുകൊണ്ട് അവര് അവരുടെ അക്കൗണ്ടിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അവസാനമായിരിക്കും ഒരുപക്ഷെ ജനങ്ങളൊക്കെ അറിയുന്നത് അയ്യോ നമ്മളൊക്കെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചൂഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. Here are some common online security threats. അങ്ങനെ പൊതുവെ കോമൺ ആയിട്ടുള്ള കുറച്ച് ത്രെറ്റ്സിന്റെ കാര്യമാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറയുന്നത് മാൽവെയർ ആണ്. എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പോകേണ്ട ഒരു മാറ്റർ എന്താണെന്ന് മനസ്സിലായില്ലേ? കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ചൂഷണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹാക്കേഴ്സുകൾ അത് ചൂഷണം ചെയ്തെടുക്കാൻ വേണ്ടി വരുന്നുണ്ടാവും. അത് വ്യത്യസ്ത തരത്തിലുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് മാൽവെയർ ആണ്. എന്താണ് മാൽവെയർ എന്ന് പറയുന്നത്? മാൽവെയർ ഷോർട്ട് ഫോർ മെലീഷ്യസ് സോഫ്റ്റ്വെയർ. മാൽവെയർ എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്താ? മെലീഷ്യസ് സോഫ്റ്റ്വെയർ. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക. മാൽവെയർ എന്ന് പറയുന്നത് ഒരു എന്താണ്? മെലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം സെറ്റിംഗ് ആണ് അല്ലെ. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്ന് പറയുന്നത്.
കൺസിസ്റ്റ് ഓഫ് വൈറസ്, വോംസ്, ട്രോജൻസ്, then ransomware and spyware. അതായത് വ്യത്യസ്ത പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ നന്നായിട്ട് അല്ലെ ഈ ഒരു സ്ഥാപനം, ഒരു കമ്പനി അവരുടെ കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നന്നായിട്ട് റൺ ചെയ്ത് പോകുമായിരിക്കും. ചിലപ്പോഴൊക്കെ അവരുടെ സിസ്റ്റംസിൽ അല്ലെ കൃത്യമായിട്ട് തന്നെ അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോ എന്താണ് ടൈം ടു ടൈമില് അവർക്ക് ഡാറ്റാസ് കിട്ടാതെ വരും. അപ്പൊ എന്താണ് എന്തോ സംതിങ് വൈറസ് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന വോംസ്, ട്രോജൻസ്, റാൻസ്വെയർ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എന്തെങ്കിലും കംപ്ലൈൻസ് ആ ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു പ്രോഗ്രാമിലേക്ക് കയറി പറ്റുന്ന അവസ്ഥയാണ് മാൽവെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാൽവെയർ എന്താന്ന് മനസ്സിലായോ? മാൽവെയർ എന്ന് പറയുന്നത് എന്താണ്? മാൽവെയർ ഈസ് ഒരു എന്തെങ്കിലും അല്ലെ നമ്മളുടെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിന്റെ അല്ലെ നമ്മുടെ ഫംഗ്ഷനിലേക്ക് കയറി പറ്റുന്ന അവസ്ഥയാണ്. Malware is outlined to damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operation. സാധാരണ രീതിയിൽ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അല്ലെ ഏത് പ്രവർത്തനമാണെങ്കിലും അതിനുള്ളിലേക്ക് അല്ലെ ഏതെങ്കിലും രീതിയിൽ മാൽവെയർ എന്നുള്ള ലെവലില് വ്യത്യസ്ത തരത്തിലുള്ള പേരുകളുണ്ട്. വൈറസ് പിടിപെട്ടിട്ടുണ്ട്, വോംസ്, ട്രോജൻസ്, റാൻസ്വെയർ ആൻഡ് സ്പൈവെയർ, അങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനെല്ലാം കോമൺലി അറിയപ്പെടുന്നതാണ് മാൽവെയർ എന്നുള്ളത്. അത് നമ്മുടെ സാധാരണ രീതിയിലുള്ള കമ്പ്യൂട്ടറിന്റെ ഫങ്ഷൻസിനെ ഏതെങ്കിലും രീതിയിൽ എന്താണ് അത് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നതിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാൽവെയർ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്, പ്രവർത്തനത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ഫിഷിംഗ് എന്താണ്? സാധാരണ ഫിഷിംഗ് എന്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഫിഷിംഗ് ചെയ്യുന്നത്? ഒരു വലയിട്ട് മീനെ പിടിക്കുന്ന അവസ്ഥ അല്ലെ, അങ്ങനെയല്ലേ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാം. ഫിഷ് എന്നാൽ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വലയിട്ട് മീനെ പിടിക്കുന്ന അവസ്ഥ. ഇത് തന്നെയാണ് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ അല്ലെ പാരന്റ്സിനോടൊക്കെ ആണെങ്കിലും എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കും, നമ്മൾ പറയുമ്പോൾ തന്നെ നമ്പേഴ്സ് ഒന്നും കൊടുക്കരുത്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഐഡന്റിറ്റി എന്തെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ മുതിർന്ന പാരന്റ്സിനോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ വലയിട്ട് പിടിക്കാനായിട്ട് വ്യക്തികൾ ഉണ്ടായിരിക്കും. അവര് നമ്മുടെ നാച്ചുറലി അല്ലെ അക്കൗണ്ട്സുകളെല്ലാം എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ അറിയാതെ കയറിപ്പറ്റി അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ അവർ കൈകാര്യം ചെയ്യും. ഇപ്പൊ ഫിഷിംഗ് എന്ന് പറയുന്നത് നോക്കാം. ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempts to deceive users into providing sensitive information. ഇപ്പൊ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ ഒരു വലയിട്ട് ചൂണ്ടയെ പിടിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവര് വഞ്ചന പ്രവർത്തന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിസിറ്റിഫുൾ എന്ന് പറയുന്നത് വഞ്ചന നിറഞ്ഞ പ്രവർത്തനമാണ് അവര് ചെയ്യുന്നത്. deceive users into providing sensitive information like password, credit card details or personal data. അതെന്താണ്? നമ്മളിൽ നിന്ന് പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പാസ്വേഡുകളെല്ലാം ഏതെങ്കിലും രീതിയിൽ വഞ്ചിച്ചെടുത്ത് നമ്മളെ കൊണ്ട് അല്ലെ അത് പറയിപ്പിച്ചെടുക്കും. എന്താണ്? ഫിഷിംഗ് അറ്റാക്സ് ഓഫൺ ടേക്ക് ദ ഫോം ഓഫ് ഡിസെപ്റ്റീവ് ഇമെയിൽ, വെബ്സൈറ്റ് ഓർ മെസ്സേജിംഗ് ദാറ്റ് imitate legitimate entities, then tricking users into revealing their information. ഏതെങ്കിലും ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഷോർട്ട് ചെയ്തിട്ടോ അങ്ങനെ ഏതെങ്കിലും അല്ലെ നമുക്കറിയാം വ്യത്യസ്ത നമ്മളുടെ നല്ല സോഫ്റ്റ്വെയർ ആണ് അല്ലെ, നല്ല ഈ ഇമെയിലിന് വഴി നിങ്ങൾ കാര്യങ്ങൾ അയച്ചു തന്നാൽ മതി. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് അത് ശരിയാണെന്നുള്ള കോൺഫിഡൻസ് അവര് നേടിയെടുത്തിട്ടായിരിക്കും എന്തെങ്കിലും മെയിൽ അഡ്രസ് ഒക്കെ തരുന്നത്. അപ്പൊ എന്താ ചെയ്യാ? മെയിൽ ഐ ഡി ഒക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേമുകളാണെങ്കിലും ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ എന്തെങ്കിലും അഡ്രസ് ഒക്കെ ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് മെയിൽ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ സത്യസന്ധരാണ് എന്ന് വിചാരിച്ചു ഒരുപക്ഷെ എന്താണ് ഡീറ്റെയിൽസ് എല്ലാം ചെയ്ത് ചോർത്തി കൊടുക്കും, അതായത് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. അങ്ങനെ എന്തിനു വരുമ്പോ എന്താണ് അവര് ശരിക്കും വഞ്ചകരാണ്. അവര് തീർച്ചയായിട്ടും ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതിനുശേഷം അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളിലേക്കൊക്കെ കയറി പറ്റി അവരവരുടെ കാര്യങ്ങൾ നേടിയത്. ഓക്കെ, അതാണ് ഫിഷിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്താണ്? ചിലപ്പോ
നല്ല എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പറയുന്നത് ഇമിറ്റേറ്റീവ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ് ഇമിറ്റേറ്റീവ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസും കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മള് എന്താണ് നല്ല നിയമാനുസൃതമായിട്ടുള്ള എൻറ്റിറ്റീസ് ആണെന്നുള്ള ലേബലിലൊക്കെ ചിലവരൊക്കെ നമുക്കറിയാം അല്ലെ, വീടുകളിലൊക്കെ നല്ല ID കാർഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അല്ലെ, ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് വന്നിരിക്കുന്ന പേഴ്സൺസ് ആണ്, നിങ്ങളുടെ ആധാർ ID-യോ നിങ്ങളുടെ ഇമെയിൽ ID-യോ ഒക്കെ തരണം, ഇന്ന ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അല്ലെ, ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്. അവര് എന്താണ് നിയമവ്യവസ്ഥിതമായിട്ടുള്ള സ്ഥാപനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഐഡന്റിറ്റീസ് അല്ലെ, ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പാസ്വേഡ്സോ ഒക്കെ അവര് ചൂഷണം ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നമ്മളെ കൊണ്ട് അതായത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവര് ചോർത്തിയെടുക്കുകയാണ്. അതില് പറയുന്നുണ്ട് ഡിസിറ്റിഫുൾ അറ്റംപ്റ്റ്സ് അല്ലെ. ഡിസിറ്റിഫുൾ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വഞ്ചനപരമായ പ്രവർത്തനത്തിലൂടെ. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഡിസിറ്റിഫുൾ അറ്റംപ്റ്റ്സ് എന്ന് പറയുമ്പോൾ വഞ്ചനപരമായ പ്രവർത്തനത്തിലൂടെ അവരെന്താണ് ഇൻഫോർമേഷൻസ്, സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ്, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് എല്ലാം അവരെന്താണ് നമ്മളെ കൊണ്ട് പ്രൊവൈഡ് അല്ലെ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. അവര് നല്ല പേഴ്സൺസ് ആണ് എന്നുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലേബലുള്ള ഐഡന്റിറ്റി ഉള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ കമ്പനികളാണ് സ്ഥാപനങ്ങളാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് എന്താണ് പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം അവര് ചൂഷണം ചെയ്തെടുക്കുകയും അതിനുശേഷം അവരവരുടെ യൂട്ടിലൈസേഷൻ അല്ലെ, അവരവരുടെ ഉപയോഗം അക്കൗണ്ട്സും കാര്യങ്ങളിലേക്കൊക്കെ കയറിപ്പറ്റി അല്ലെ, കാര്യങ്ങളെല്ലാം ഫണ്ടൊക്കെ അവര് ചിലപ്പോ കൈക്കലാക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ ഫിഷിംഗ് എന്താന്നുള്ളത്? രണ്ട് മൂന്ന് വേർഡ്സിന്റെ മീനിങ്ങുകൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഐഡന്റിറ്റി തെഫ്റ്റ്. രണ്ട് മൂന്ന് കാര്യം നമ്മൾ കണ്ടു. മാൽവെയർ എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് പ്രവർത്തനത്തിനെ അവര് അല്ലെ, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന പ്രവർത്തനത്തിനെ അവര് അവിടെ ചൂഷണം ചെയ്തെടുക്കുകയാണ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റാസിനൊക്കെ നല്ല അല്ലെ, നമ്മളൊക്കെ എന്താ പറയുക ശരിക്കും ഐഡന്റിറ്റി കാണിച്ചുകൊണ്ടായിരിക്കും അവർ ചൂഷണം ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റിൽ പറയുന്നത്? ഐഡന്റിറ്റി തെഫ്റ്റ് ഹാപ്പൻസ് വെൻ സംവൺ അക്വയർസ് ആൻഡ് യൂസസ് another person's personal information such as social security numbers, credit card details or login credentials without their permission. ഇതിലെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഒന്നും പെർമിഷൻ കൂടാതെ തന്നെ. ഇപ്പൊ നമ്മളെ കൊണ്ട് നേരത്തെ കൂട്ടി എന്താണ് അവര് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അല്ലെ, വഞ്ചിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് നല്ല മിടുക്കരാണ് അല്ലെ, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊക്കെയാണ്. പക്ഷെ അത് വഞ്ചനാപരമായ ഇൻഫോർമേഷൻസ് ആണ് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇവിടെ എന്താണ്? വിത്തൗട്ട് പെർമിഷൻ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അല്ലെ കുറച്ച് അവര് യൂസേഴ്സ് എന്താ ചെയ്യുന്നത്, അതിന്റെ മറ്റു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തികളുടെ ഉള്ളിലേക്ക് ചകഞ്ഞു കയറി ചെന്ന് അവര് അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഐഡന്റിഫൈ തെഫ്റ്റ് ഹാപ്പൻസ് when someone acquires and uses another person's personal information. മറ്റു പേഴ്സൺസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവര് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നേടിയെടുക്കുന്നത്? such as social security numbers, credit card details or login credentials. എന്താണ് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത്? അതായത് അയാളുടെ എന്തെങ്കിലും കടലാസ് വർക്കുകളൊക്കെ, അതായത് നമ്മളിപ്പോ മുദ്രപത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ചും കൂടി എന്താണ് ഇച്ചിരി കൂടി ഒരു കമ്പനിക്ക് ആവുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട രേഖകളൊക്കെയാണ്. അപ്പൊ ആ രേഖകളിലേക്കൊക്കെ ലോഗിൻ ചെയ്യാണ് അവര്. എന്താണ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെയാണ് അവർ അതിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അവര് എന്താണ് അതിൻ്റെതായിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ചൂഷണം ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. This can end in financial loss, unauthorized entry to accounts and damage to an individual's reputation. അതായത് നമ്മളിപ്പോ ഈ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ, ഇപ്പോ കമ്പനികളും എന്റർപ്രൈസുകളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട രേഖകളിലേക്കൊക്കെ ഇവര് എങ്ങനെയെങ്കിലും കടന്ന് കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസുകളൊക്കെ അവർക്ക് വേണമെങ്കിൽ അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ
അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അല്ലെ ചൂഷണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചൂഷണം ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമാണ് അവസാനമായിരിക്കും ഒരുപക്ഷെ നമ്മൾ അല്ലെ കമ്പനിയുടെ നഷ്ടത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ട്സിലെല്ലാം ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ നമുക്കറിയാം. ചില സ്ഥാപനങ്ങളിലൊക്കെ ഫിനാൻസ് കൈകാര്യം ചെയ്യാനായിട്ട് വ്യക്തികളൊക്കെ ഏൽപ്പിക്കും അല്ലെ. അവസാനം നഷ്ടത്തിലേക്ക് വരുമ്പോഴായിരിക്കും അവര് ചെയ്തു പോയ കാര്യങ്ങളിലെല്ലാം വീഴ്ചകൾ സംഭവിച്ചത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് തോന്നും. എന്ന് പറഞ്ഞ മാതിരി തന്നെ എന്താണ് മറ്റു പുറത്തു നിന്നുള്ള എൻട്രീസ് അല്ലെ അവര് അറിയാതെ തന്നെ ഈ ലോഗിനിൽ കയറി ചെന്നതിന് ശേഷമാണ് ഈ പേപ്പേഴ്സിന്റെ കാര്യങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള നടത്തിപ്പ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദിസ് ക്യാൻ എൻഡ് ടു ഫിനാൻഷ്യൽ ലോസ്. ചിലപ്പോ എന്താണ് സാമ്പത്തികമായ നഷ്ടങ്ങളായിരിക്കും വരുത്തി വെക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് അൺഓതറൈസ്ഡ് എൻട്രി ടു അക്കൗണ്ട്സ്, അക്കൗണ്ടുകളിലേക്കൊക്കെ മറ്റു ഫേമുകളുടെ ചിലപ്പോൾ ഡീറ്റെയിൽസുകൾ കൂടി ഒന്നിച്ച് ഷെയറും കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നവരുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ പ്രശ്നം സംഭവിക്കും അല്ലെ. അപ്പൊ എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, അംഗീകാരം ഇല്ലാത്ത രീതിയിലായിരിക്കും ഈ അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം അത് ചോർട്ട് ചെയ്തിരുന്നത്. Then and damage to an individual's reputation. നമുക്കറിയാം ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ അതിന് ഒരു പ്രശസ്തി ഉണ്ട് അല്ലെ. ആ പ്രശസ്തിക്കും അവര് കളങ്കങ്ങൾ വരുത്തി വെച്ച്. അപ്പൊ എന്താണ് അവര് സാധാരണ രീതിയിൽ പെർമിഷനോട് കൂടിയിട്ടല്ല ലോഗിൻ ചെയ്യുന്നത്, പെർമിഷൻ ഇല്ലാതെ തന്നെയാണ് അതിൽ കയറി പറ്റുന്നത്. അങ്ങനെ കയറി പറ്റി അവര് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസുകൾ വരുത്തി വെക്കും. അതോടൊപ്പം തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളെല്ലാം ക്രിയേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷന് അതായത് അവരുടെ പ്രശസ്തിക്കും കളങ്കങ്ങൾ വരുത്തിയിരിക്കും. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രശസ്തിയെ ബാധിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നമുക്കറിയാം നല്ല സമൂഹത്തിൽ അല്ലെങ്കിൽ എല്ലായിടത്തും നല്ല പ്രശസ്തിയോടും നല്ല പേര് കേട്ട കമ്പനിയൊക്കെ ആവുമ്പോൾ അതിന്റെ ഇതിലേക്കൊക്കെ അറിയാതെ ലോഗിൻ ചെയ്ത് ചിലപ്പോ എന്താണ് ഫിനാൻഷ്യലി ലോസിനേക്കാളും വലിയ ഒരു പ്രോബ്ലം ആയിരിക്കും അവര് വരുത്തി വെക്കുക. എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടക്കുമ്പോൾ. അപ്പൊ ആ പ്രസ്താവനകളൊക്കെ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴെന്താണ് അവരുടെ ഐഡന്റിറ്റിക്കാണ് കളങ്കം വരുത്തി വെക്കുന്നത്. അതാണ് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ്. നെക്സ്റ്റ് എന്താണ് ഡാറ്റ ബ്രീച്ചസ്. അതും ഇതുമാതിരി തന്നെയാണ്. എന്താണ് ബ്രീച്ചസ് എന്ന് പറയുമ്പോൾ ലംഘനങ്ങൾ എന്നാണ് മീൻ ചെയ്യുന്നത്. എന്താണ് നോക്കാം. ഡാറ്റ ബ്രീച്ചസ് ഇൻക്ലൂഡ് അൺഓതറൈസ്ഡ് എൻട്രി ടു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലൈക്ക് പേഴ്സണൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ ഡാറ്റ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നോർമലി ത്രൂ ഹാക്കിംഗ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് വൾനറബിലിറ്റീസ് ഇൻ എ സിസ്റ്റം ഓർ നെറ്റ്വർക്ക്സ്. അതായത് നമുക്കറിയാം ഇപ്പോ നെറ്റ്വർക്ക് ആണ് അല്ലെ. അപ്പൊ അതില് എന്തെങ്കിലും കേടുപാടുകളൊക്കെ എപ്പോഴും സംഭവിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ചിലപ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ കമ്പനിയില് അല്ലെ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ല. ചിലപ്പോ എന്താണ് അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാനൊക്കെ മറ്റു വ്യക്തികളുടെ സഹായങ്ങളൊക്കെ അവര് നേടിയിരിക്കും. അങ്ങനെ സഹായങ്ങൾ നേടി വരുമ്പോൾ അവരും എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റമാണ്, സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്യും, അറിയാതെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാക്ക് ചെയ്തിരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡാറ്റ ബ്രീച്ചസ് ഇൻക്ലൂഡ് അൺഓതറൈസ്ഡ് എൻട്രി ടു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലൈക്ക് പേഴ്സണൽ ഡാറ്റ റെക്കോർഡ്സും ഫിനാൻഷ്യൽ ഡാറ്റ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നോർമലി ത്രൂ ഹാക്കിംഗ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് വൾനറബിലിറ്റീസ് ഇൻ സിസ്റ്റംസ് ഓർ നെറ്റ്വർക്ക്സ്. അതായത് എന്താണ് അവര് നോർമലി ഹാക്ക് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു അത് ചൂഷണം ചെയ്തെടുക്കുകയാണ്. അതായത് എന്തെങ്കിലും പരിശോധനകളൊക്കെ നടത്തിയിട്ട് അത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്, അവര് പരിശോധനകളൊക്കെ നടത്തിയിട്ട് അവരെന്താണ് ആ ഒരു സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള കുറെ ഡാറ്റാസുകളാണ് ചൂഷണം ചെയ്തെടുത്തുകൊണ്ട് പോകുന്നത്. ഒരുപക്ഷെ അവിടെയുള്ളവർക്ക് അത് ഗ്രഹിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. ശരിയല്ലേ? ചിലപ്പോഴൊക്കെ സിസ്റ്റംസ് വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ അവർക്ക് ആ സിസ്റ്റത്തിന്റെ ചില എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ നേരത്തെ പറഞ്ഞു വൈറസോ മറ്റു സംഭവങ്ങളൊക്കെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പക്ഷെ ക്ലിയർ ഔട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും. അങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് അവരെ വിശ്വസ്തരായിട്ട് കയറ്റിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവരെന്ത് ചെയ്യും, അവര് ഇതിന്റെ ആ ഒരു പേഴ്സൺ ഫിനാൻഷ്യൽ ഡാറ്റാസോ പേഴ്സണൽ റെക്കോർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ എന്തെങ്കിലും എവിഡൻസ് കാര്യങ്ങളൊക്കെ അവർ ചൂഷണം ചെയ്തെടുക്കും. അതിനുശേഷം അവരത് മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. Then last is the next sentence. Data breaches may end in a lot of financial losses, reputation damage, and compromised privacy.
ഇതിന്റെ അവസാനമായിരിക്കും അല്ലെ നമ്മളെ എപ്പോഴെങ്കിലും എന്താണ് ബിസിനസ് റൺ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പിന്നീട് ലാസ്റ്റ് ആയിരിക്കും മനസ്സിലാവുക ഇത് ഫിനാൻഷ്യൽ എന്തൊക്കെയോ ലോസുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ റെപ്യൂട്ടേഷൻ അല്ലെ അതിന്റെ പ്രശസ്തിക്കൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, എന്തോ പ്രൈവസി അതിന്റെ ആ സെക്യൂരിറ്റി പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ എവിടെയോ ഒക്കെ മിസ്സായിട്ടുണ്ട് എന്നൊക്കെ അവസാനമായിരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതും ഒരു ലംഘനമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ വിശ്വസ്തരെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്ത് ഏൽപ്പിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊരു ലംഘനം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി പോണ്ടോ? നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് ശരിക്കും പറഞ്ഞ പരാധീനതകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലോയിറ്റിംഗ് വൾനറബിലിറ്റീസ് ഇൻ സിസ്റ്റംസ്, അതിന്റെ പരാധീനതകൾ, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പരാധീനതകളൊക്കെ പരിഹരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അല്ലെ, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മാൻ ഇൻ ദ മിഡിൽ. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തരട്ടോ. കാരണം മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വായിച്ചു വരുമ്പോൾ അറിയാൻ പറ്റും. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് ഇൻക്ലൂഡ് intercepting and changing communication between two parties without their knowledge. അതായത് നമുക്കറിയാം ഒരു ഫോണിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ രണ്ടുപേര് നമ്മള് രണ്ട് തലത്തിൽ നിന്ന് സംസാരിക്കും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മൂന്നാമതൊരു പേഴ്സൺ കയറി പറ്റി കഴിഞ്ഞാൽ അത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ ആശയങ്ങളൊക്കെ അത് ശ്രദ്ധമായിട്ട് തന്നെ കേട്ട് അതിൽ നിന്ന് കുറെ ഡാറ്റാസുകൾ മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം കമ്പനിയുടെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വലിയ വലിയ അല്ലെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളുടെ ഒക്കെ കോൺവെർസേഷൻ, അവരുടെ സംഭാഷണങ്ങളൊക്കെ അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും അവരുടെ സംഭാഷണങ്ങൾ നുഴഞ്ഞു കയറി കേൾക്കാനിടയാക്കി അവരുടേതായിട്ടുള്ള കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡാറ്റാസ് ഒക്കെ ചോർത്തിയെടുത്തിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. അപ്പൊ എന്താണ്, രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷൻസ് ആണ് മൂന്നാമതൊരു പേഴ്സൺ അവരുടെ സമ്മതമില്ലാതെ കയറി അല്ലെ ആ സംഭാഷണങ്ങളെല്ലാം ക്യാച്ച് ചെയ്തെടുക്കുന്നത്. ഇതാണ് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. include intercepting and changing communication between two parties without their knowledge. അവരുടെ അറിവോടെ കൂടെ അല്ലാതെ അവരുടെ കമ്മ്യൂണിക്കേഷൻസിന് ഇടയ്ക്ക് നിന്ന് ഒരു പേഴ്സൺ കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ അവരുടെ സംഭാഷണങ്ങളെല്ലാം അവരറിയാതെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മാൻ ഇൻ ദ മിഡിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റാക്സ് ക്യാൻ overhear, modify or inject spiteful content into the communication and potentially compromising sensitive information or handling the exchange. അതായത് അവർ കൈമാറ്റം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ പ്രധാനപ്പെട്ട ഡാറ്റാസുകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. സംസാരത്തിലൂടെയാണെങ്കിലും എന്താണെങ്കിലും പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് അവർ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഒരു പക്ഷേ മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ പ്രധാനമായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാമോ എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് മിഡിലിൽ നിന്നുകൊണ്ട് തന്നെ ഈ വ്യക്തി അത് മനസ്സിലാക്കിയെടുത്ത് അതിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടുപേരെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ രണ്ടുപേരെ സംഭാഷണത്തിനിടയ്ക്ക് നിന്ന് ഒരു പേഴ്സൺ കയറാണെങ്കിൽ സാധാരണ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംഭാഷണത്തിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ആ വ്യക്തിയും കൂടി ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ കമ്പനിയും വലിയ വലിയ ഫേമുകളൊക്കെ ആണെങ്കിൽ അവർ ഒരു മെയിൻ ആയിട്ടുള്ള ആൾക്കാരുകളുടെ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ന്യൂസുകളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവര് നുഴഞ്ഞു കയറുന്നത്. അപ്പൊ അവരെ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ ക്യാച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് മാൻ ഇൻ ദ മിഡിൽ പറയുന്നത്. നെക്സ്റ്റ്, പാസ്വേഡ് അറ്റാക്സ്. പാസ്വേഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെ, പാസ്വേഡുകളാണ് ട്രാക്ക് ചെയ്തെടുക്കുന്നത്. പാസ്വേഡ് അറ്റാക്സ് ടു അറ്റൈൻ unauthorized entry to accounts by cracking or bypassing password security. നമ്മള് പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയും പാസ്വേഡുകൾ വെച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അല്ലെ. ഇപ്പൊ മിക്കവാറും കമ്പ്യൂട്ടറിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാത്തിനും പാസ്വേഡുകൾ അല്ലെ. കുട്ടികൾക്ക് വരെ നമ്മൾ ഫോണുകൾ അവര് കൈകാര്യം ചെയ്യാതിരിക്കാൻ നമ്മളും പാസ്വേഡ് ഒക്കെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാ അവര് അതല്ലേ നമ്മള് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതങ്ങനെ കൈകാര്യം ചെയ്തത്. അപ്പൊ എല്ലാത്തിനും ഈ പാസ്വേഡുകൾ സെക്യൂരിറ്റി ആയിട്ട് അത് കീപ്പ് ചെയ്യുമ്പോൾ അതിന് ഇടയ്ക്ക് കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അത് അവർക്ക് ചൂഷണം ചെയ്തെടുക്കാനുള്ള അവസരമാണ്. കോമൺ ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്, ഡിക്ഷണറി അറ്റാക്സ് ആൻഡ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്.
where attackers use stolen or a leaked password from other source to attain unauthorized access. അതിൽ നമ്മൾക്ക് ജസ്റ്റ് നിങ്ങൾ ഇതുവരെ ഒന്ന് വായിച്ചു നോക്കുക, ഒരു 5th വരെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. കണ്ടിന്യൂ ചെയ്യാം. അതില് ഒരു ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ മീനിങ് ഒക്കെ നമുക്കറിയാം. ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള അറ്റാക്കുകൾ, അല്ലെ, ആക്രമണങ്ങളാണ് ഇത് പ്രത്യേകമായിട്ട് പറയുന്നത്. തന്നെ ഡിക്ഷണറി അറ്റാക്സ് എന്ന് പറയുമ്പോഴും നമ്മൾക്കറിയാം എന്തെങ്കിലും, അല്ലെ, ഡിക്ഷണറി സ്പെല്ലിംഗുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ അറ്റാക്കുകൾ വരുന്നത്, അതായത് അതിന്റെ ആ ഒരു ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് വഞ്ചനാപരമായ പ്രവേശനം നേടുന്നതിനായിട്ട് ലോഗിൻ ഫോമുകളിലേക്ക് ഈ ക്രാക്കേഴ്സ് അവര് ലോഗിൻ ചെയ്തതിന് ശേഷം മോഷ്ടിച്ച യൂസേഴ്സിന്റെ നെയിം, പാസ്വേഡ് അത് യാന്ത്രികമായിട്ട് അന്നാത്തേക്ക് തന്ത്രപരമായ രീതിയിലേക്ക് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ പാസ്വേഡുകളൊക്കെ അവരിൽ നിന്ന് യാന്ത്രികമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് കയറി പറ്റിയിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂഷണം ചെയ്തെടുക്കുകയാണ്. അതായത് മോഷ്ടാക്കൾ ചൂഷണം ചെയ്തെടുക്കുകയാണ്. ദെൻ വീണ്ടും എന്താണ്, മോഷ്ടാക്കളുടെ കുറച്ച് പാസ്വേഡുകളിലേക്ക് അതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്, തീർച്ചയായിട്ടും പാസ്വേഡുകൾ ഒരുപക്ഷെ ആ പാസ്വേഡുകൾ വെച്ച് അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാൻ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവും. പക്ഷെ ആ പാസ്വേഡുകൾ മോഷ്ടാക്കളുടെ കാര്യങ്ങൾ, അല്ലെ, മോഷ്ടാക്കളുടെ സിസ്റ്റത്തിലും വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്, ആ ഡീറ്റെയിൽസുകളെല്ലാം അവർക്കും അത് ക്ലിയർ ഔട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പാസ്വേഡ് ഒരുപക്ഷെ മറന്നു പോയതായിരിക്കാം എന്നുള്ള ലേബലിൽ ഒരുപക്ഷെ എന്താണ് ഈ പാസ്വേഡ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവും. അപ്പൊ ഈ ക്രാക്കേഴ്സ് എന്താണ്, ഇവര് ട്യൂഷൻ ചെയ്യുന്നവരെന്താണ്, ഓട്ടോമാറ്റിക്കലി അവരുടെ ഡീറ്റെയിൽസ് ഇവർക്കും കൂടി അത് ഐഡന്റിഫൈ ചെയ്ത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് കൊണ്ട് പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാസ്വേഡ് അറ്റാക്സ് മറ്റൊരു രീതിയിലുള്ള അറ്റാക്സ് ആണ്. അത് ക്രൂരമായ രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് എന്നാ പറയുന്നത്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ട് രീതിയിലുള്ള അറ്റാക്കാണ് അതിൽ കാഴ്ചവെക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇത്, അല്ലെ, നമ്മൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ അവരുടെ ഐഡന്റിറ്റി പാസ്വേഡുകളൊക്കെ പകരം വേറൊരു പാസ്വേഡും അന്നത്തേക്ക് ലേബിൾ ചെയ്ത് കൊടുക്കും. പക്ഷെ ആ പാസ്വേഡുകൾ എന്താണ്, ക്ലിയർ ആയിട്ട് ഇവർക്കും കൂടി, അല്ലെ, ട്യൂഷൻ ചെയ്യുന്നവർക്കും കൂടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത്. Then where attackers use stolen or leaked passwords from other sources to attain unauthorized access. അത് മാത്രമല്ല അവര് ഇതിനകത്തേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലേബലിലാണ് ഈ ഒരു പാസ്വേഡ് കൈകാര്യം ചെയ്തത്. അപ്പൊ അവർക്ക് അത് ലീക്ക്, അല്ലെ, അവരുടെ എല്ലാ ഇൻഫോർമേഷൻസും അതുകൊണ്ട് തന്നെ ലീക്ക് ഔട്ട് ആകും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കമ്പ്യൂട്ടറിലെ വ്യത്യസ്ത തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഇനി 1-2 കൂടെ ഉള്ളൂ. ചിലർക്ക് അതല്ലേ കുറെ കേൾക്കുമ്പോൾ ബോറായി തോന്നാം. എന്തായാലും ഇൻസൈഡർ ത്രെറ്റ്സ് നോക്കാം. എന്താണ് ഇൻസൈഡർ ത്രെറ്റ്സ് എന്ന് പറയുമ്പോൾ, ഇൻസൈഡർ ത്രെറ്റ്സ് മീൻസ് എ റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഹു ഹാവ് ഓതറൈസ്ഡ് എൻട്രി ഇൻ ടു സിസ്റ്റംസ് ഓർ എ സെൻസിറ്റീവ് ഡാറ്റ. അതായത് ഇത് മറ്റൊരു രീതിയിൽ, അല്ലെ, നമുക്കറിയാം നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കും. അവരവരുടെ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള പെർമിഷനും കൊടുത്തിട്ടുണ്ടാവും. These threats can rise from spiteful intent, negligence or unthinking actions that compromise security. അവരെന്താ ചെയ്യുന്നത്, ഈ ഇൻഡിവിജ്വൽസ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയാണ്, വ്യക്തികളാണ്, അവരതിന്റെ റിസ്കുകൾ, അല്ലെ, അവര് എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ കടന്ന് കളിക്കുന്നുണ്ടാവും. കാരണം ചിലർക്ക് സ്ഥാപനത്തിനോട്, അല്ലെ, എന്തെങ്കിലും ഒരു, അല്ലെ, അവരെ ഒഴിവാക്കിയെന്നോ
അല്ലെങ്കിൽ എന്താണ് അവരെ വെറുപ്പുളവാക്കുന്ന ഒരവസ്ഥയിലൊക്കെ എത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരെന്താണ് അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിൽ കയറി നിന്ന് അങ്ങനെ അല്ലെ, ചിലപ്പോഴൊക്കെ നമുക്കറിയാം സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിലവരൊക്കെ എന്താണ് ആ സ്ഥാപനത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻസൈഡർ ത്രെഡ്സ്. അതിലുള്ള വ്യക്തികൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സ് നമുക്കറിയാം അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡാറ്റാസുകളൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ തെറ്റായ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് കണക്കുകളിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അവിടെയുള്ള വ്യക്തികൾ തന്നെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതാണ് പറയുന്നത് ഇൻസൈഡർ ത്രെഡ്സ് അല്ലെ. ഈ ഒരു ആക്രമണം നടത്തുന്നത് ആരാണ്? കമ്പനിയുടെ ഉള്ളിലുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി അല്ലെ, അംഗീകാരത്തോടു കൂടിയിട്ടുള്ള എൻട്രി ആണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ അവര് ചിലപ്പോൾ ആ ഒരു അല്ലെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളോ കാര്യങ്ങളൊക്കെ വെച്ചത് കൊണ്ടായിരിക്കാം അവര് നല്ല രീതിയിലല്ലാത്ത ഡാറ്റാസുകളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെയാണോ? ക്ലിയർ ആയോ? ഇൻസൈഡർ ത്രെഡ്സ് എന്താന്നുള്ളത് unthinking actions that compromise security. ഒരെന്താണ് ചിന്താശൂന്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കും, അല്ലെങ്കിൽ അല്ലെ അവരുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ സംഭവിച്ചിരിക്കും. അത് കമ്പനിയുടെ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻസൈഡർ ത്രെഡ്സ് എന്താന്നുള്ളത് ഇവിടെ പറയണോ? Insider threats means a risk posed by individuals within an organization who have authorized entry into systems or sensitive data. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അല്ലെ അവിടെയുള്ള റിസ്കുകൾ അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തി വെക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെയാണ്. who have authorized entry into systems or sensitive data. പ്രധാനപ്പെട്ട ഡാറ്റകളുടെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കോ അവര് എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രിയാണ്, അംഗീകാരത്തോട് കൂടിയിട്ടാണ് അതിലേക്ക് എൻട്രി ചെയ്യുന്നത്. These threats can rise from spiteful intent. എന്താണ് spiteful intent എന്ന് പറയുന്നത്? വെറുപ്പുളവാക്കാനുള്ള ഉദ്ദേശം. ഓക്കെ, ആ ഒരു കമ്പനിയോട് വെറുക്കപ്പെടാനായിട്ടോ അല്ലെ മറ്റുള്ളവരിൽ നിന്ന് അഭികീർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായിരിക്കും spiteful intent. നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ അശ്രദ്ധകള് അല്ലെ, അല്ലെങ്കിൽ ഓരോ അൺതിങ് ചിലപ്പോ ഒരുപക്ഷെ അവർ അശ്രദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കില്ല. ചിലപ്പോ എന്താണ് അശ്രദ്ധ മൂലം എന്തെങ്കിലും അല്ലെ ഓട്ടത്തിലോ കാര്യങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കാം. ഓർ അൺതിങ്ക് ആക്ഷൻസ് ദാറ്റ് കോംപ്രമൈസ് സെക്യൂരിറ്റി. അതല്ലെങ്കിൽ എന്താണ് അല്ലെ ചിന്താശൂന്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിന്റെ ബേസിൽ അല്ലെ ആ ഒരു സുരക്ഷയുടെ കാര്യമൊക്കെ വിട്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തു പോകുന്നതായിരിക്കും. അങ്ങനെ ഏതെങ്കിലും രീതിയിലും ഇൻസൈഡിലുള്ളവർക്കും ത്രെഡ്സുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കണമെന്ന് ഓർത്തിട്ടായിരിക്കാം, ഒരുപക്ഷെ അശ്രദ്ധ മൂലമാവാം, അല്ലെങ്കിൽ അല്ലെ നല്ല ശ്രദ്ധ കൊടുക്കാണ്ട് ചിന്താശൂന്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം കൊണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ് ഇവിടെ ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ എനിക്ക് വീണ്ടും എടുക്കണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നെക്സ്റ്റ് ഒരു പോയിന്റും കൂടിയേ ഉള്ളൂ. അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ്. Using unsecured or a public Wi-Fi networks can reveal users to risk like data interception, then unauthorized entry and man-in-the-middle attacks. Attackers can start network traffic and capture sensitive information passed through these networks. അതേമാതിരി തന്നെ ലാസ്റ്റ് അല്ലെ നമ്മൾ പറയുന്നത് നെറ്റ്വർക്കിലൂടെ നമുക്ക് അറിയാം ഈ പറഞ്ഞോളം വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കണക്ഷനും കാര്യങ്ങളിലൂടെയാണ് ഇത് കൈകാര്യം ചെയ്യുമ്പോഴും ഒരുപക്ഷെ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത് തടസ്സങ്ങൾ നേരിടാം. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഈ ഒരു വൈഫൈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരെങ്കിലൊക്കെ വന്ന് കയറി പറ്റിയിട്ടും എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി വന്നുകൊണ്ടാവാം. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് അല്ലെ, നമ്മള് ഒരുപാട് കണക്ഷൻ ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഉള്ളില് മിഡിൽ അറ്റാക്സ് പോലെ നടുക്ക് കയറിയിട്ടും വൈഫൈ ചെയ്ത് ഷോർട്ട് ചെയ്തിരിക്കുന്നവരും ഉണ്ടാവും.
When attackers can start the network traffic and capture sensitive information passes through these networks. ഈ നെറ്റ്വർക്കിലൂടെ തന്നെ ഇവർക്ക് ആ ഒരു വഴിയിലൂടെ തന്നെയും ഇത്തരത്തിലുള്ള അല്ലെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് എല്ലാം മറ്റുള്ളവർക്കൊക്കെ പാസ് ചെയ്തിട്ട് ചൂഷണം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് നെറ്റ്വർക്ക് ട്രാഫിക്കിലൂടെ വരുന്നതാണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ് പറയുന്നത്. Last എന്ന് പറയുന്നത് to mitigate online security threats, it is necessary to adopt a security best practice like using strong and unique passwords, frequently updating software and applications, enabling two factors authentications, being cautious of doubtful email or links, and keeping awareness of current security threats. അതായത് നമ്മൾക്ക് എപ്പോഴും മുന്നറിയിപ്പ് തരും അല്ലെ, നിങ്ങൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്, നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തു പോകണം. അതല്ലെങ്കിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് അല്ലെ, നമ്മള് സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അല്ലെ അത് കീപ്പ് ചെയ്യേണ്ടവർ കീപ്പ് ചെയ്ത് വേണം തന്നെ കൈകാര്യം ചെയ്തു പോകണം. ഒരിക്കലും അല്ലെ ഒരുപാട് വ്യക്തികളെ ഒന്നും പാസ്വേഡുകളെല്ലാം അറിയിക്കാനായിട്ട് എല്ലാവർക്കും അധികാരങ്ങളൊന്നും വിട്ടുകൊടുക്കരുത്. എപ്പോഴും കോഷ്യസ് ആയിരിക്കും അല്ലെ, നമ്മളെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഡൗട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും കയറി പറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും എന്താണ് കറന്റ് ആയിട്ട് അല്ലെ ഇപ്പോഴും നടക്കുന്ന സംഭവവികാസങ്ങളുടെ ബേസിൽ കൃത്യമായിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്ത് മനസ്സിലാക്കി എല്ലാവരിൽ നിന്നും നല്ല സുരക്ഷിതമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണിത് അല്ലെ. എപ്പോഴും പാസ്വേഡും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ എല്ലാവർക്കും ഷെയർ ചെയ്തൊന്നും കൊടുക്കരുത്. തീർച്ചയായിട്ടും കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കീപ്പ് ചെയ്തിട്ട് തന്നെ പോകണം അല്ലെ. ഇൻ കേസ് അത് വാല്യുബിൾ ആണ് എന്ന് കൃത്യമായിട്ട് തന്നെ ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സൺസ് ഡാറ്റാസുകളെല്ലാം എല്ലാവർക്കും കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കമ്പനി ആണെങ്കിലും ഓർഗനൈസേഷനിൽ തന്നെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവര് പറയുന്നത്. Then employing dependable security software, frequently backing up data and keeping informed about the latest security practices can also help us safeguard against online security threats. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രാക്ടീസുകളെല്ലാം കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം പണ്ടുള്ള രീതിയിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമാണ് അല്ലെ. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രാക്ടീസ് തന്നെ എല്ലാവരും അവലംബിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ സുരക്ഷയ്ക്ക് ഭംഗമല്ലാത്ത രീതിയിൽ അല്ലെ ഭംഗം വരുത്താത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എത്രയാണ് നമ്മുടെ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Insider threats. പറയാം. പോകാം. ഒന്നുകൂടി ഒന്ന് പറയണേ. ഞാനിതൊന്ന് 7th പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. എന്താണ് ഇൻസൈഡർ ത്രെഡ്സ്? ഇൻസൈഡർ ത്രെഡ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ who have authorized entry into systems or sensitive data. അതായത് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത് റിസ്ക് അല്ലെ. അവിടെ സാധാരണയായിട്ട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും പ്രധാനപ്പെട്ട ഡാറ്റാസുകൾ ആരെങ്കിലും ചൂഷണം ചെയ്തെടുക്കുന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഡാറ്റാസുകൾ അല്ലെങ്കിൽ
അതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ കമ്പനിയുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അത് ചൂഷണം ചെയ്തെടുക്കുന്നവര് ഒരുപക്ഷെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകാരമുള്ള പേഴ്സൺസ് തന്നെ ആയിരിക്കും അല്ലെ. അത് അവിടെയുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ആയിരിക്കാം. ഇൻസൈഡർ ത്രെഡ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെയാണ് അത്തരത്തിലുള്ള ഡാറ്റാസ് എല്ലാം എന്താണ് നമ്മള് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം ചൂഷണം ചെയ്തിരിക്കുന്നത്. These threats can rise from a spiteful intent. ഇങ്ങനെ ഈ ചൂഷണം ചെയ്തെടുക്കാൻ ഒരുപക്ഷെ അവരുടെ കാരണം എന്നാണ് can rise, അത് വരാൻ കാരണം ഒരുപക്ഷെ അവരുടെ സ്പൈറ്റ്ഫുൾ ഇന്റന്റ് അല്ലെ, അവർക്ക് എന്താ പറയുക ആ ഒരു എന്തെങ്കിലും വെറുപ്പ്, ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വെറുപ്പ് അല്ലെ, അവരെ ഒന്ന് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അവരെ ഒന്ന് പരിഗണിക്കാത്തതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം അവർക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവര് ഇങ്ങനെ ശ്രദ്ധിക്കാതെയുള്ള കാര്യം കൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല, അവരുടെ അശ്രദ്ധ മൂലവും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ചൂഷണം ചെയ്തെടുത്ത് പോകാം. ചിലപ്പോൾ ചില ഡാറ്റാസുകളെല്ലാം അവരെല്ലാം എന്താണ് അത് ചിലപ്പോൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടോടത്ത് കീപ്പ് ചെയ്ത് വെക്കാതെ അല്ലെ, സുരക്ഷിതമായിട്ട് വെക്കാതെ ചിലപ്പോൾ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ അല്ലെ ഫയൽ ചെയ്ത് പോയിട്ടുണ്ടാവും. അത് അവരുടെ അശ്രദ്ധ മൂലമാണ് സംഭവിക്കുന്നത്. ചിലപ്പോ അവര് മനഃപൂർവ്വം അല്ലേ, അവർക്ക് എന്തെങ്കിലും ആ ഒരു സ്ഥാപനത്തിന്റെ വെറുപ്പ് വന്നതുകൊണ്ട് അവര് എന്താ ഞാനൊരു പണം പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് എന്ന് മാതിരി രീതിയിൽ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ എന്താണ് അവരുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്നതായിരിക്കാം. ഓർ അൺതിങ്ക് ആക്ഷൻസ്, ചിലപ്പോ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ അല്ലെ, ദാറ്റ് കോംപ്രമൈസ് സെക്യൂരിറ്റി, അതിന്റെ സുരക്ഷയെ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോകും. അലക്ഷ്യമായിട്ട് നേരത്തെ പറഞ്ഞ അവരുടെ നെഗ്ലിജൻസ് പോലെ തന്നെ അല്ലെ, ചിന്തയിൽ നിന്ന് ഒന്നും ചിന്തിക്കാതെ തന്നെ വിട്ടുവീഴ്ചയൊന്നും ഇല്ലാതെ സുരക്ഷിതത്വം കൊടുക്കണം എന്നുള്ള ചിന്തയൊന്നും വരാതെ തന്നെ അവര് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയതായിരിക്കാം. അങ്ങനെ ഇൻസൈഡർ ത്രെറ്റ്സും സംഭവിക്കാം. അതായത് സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ ഈ ത്രെറ്റുകൾ സംഭവിക്കാം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും വേറെന്തോ ഡാറ്റ ബ്രീച്ചസ് പറയാം. Data breaches include unauthorized entry to sensitive information like a person records, financial data or intellectual property, normally through hacking or exploiting vulnerabilities in the systems or networks. അതായത് നമ്മളുടെ ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണയായിട്ട് നമ്മുടെ നെറ്റ്വർക്കിലേക്കുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യുന്ന കേടുപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ സിസ്റ്റംസ് കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും അല്ലെ, അതിന്റെ എന്താണോ പ്രോഗ്രാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടാവും. അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷെ ഈ സിസ്റ്റത്തിന്റെ ആ ഒരു പ്രവർത്തനത്തില് കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായെന്ന് വരില്ല. അപ്പൊ അത് കേടുപാടുകൾ കൈകാര്യം ചെയ്യാനായിട്ട് പേഴ്സണൽ പുറത്തുനിന്ന് നമ്മളെ വ്യക്തികളെ കൊണ്ടുവന്നായിരിക്കും ചിലപ്പോൾ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അങ്ങനെ ആ നെറ്റ്വർക്ക് ക്ലിയർ ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കാം. അതായത് എന്തെങ്കിലും ചൂഷണം ചെയ്തെടുക്കാനുള്ള അല്ലെ ഒരു കാര്യം സംഭവിച്ചിരിക്കാം അവിടെ. അതായത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മളിപ്പോ നെറ്റ്വർക്ക് കൈകാര്യം ചെയ്യുമ്പോൾ അതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഹാക്കിംഗ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് vulnerabilities in systems or networks. ചിലപ്പോൾ ഒരു പക്ഷെ നെറ്റ്വർക്കിലെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പേഴ്സണിൽ നിന്ന് ചൂഷണം ചെയ്തു പോകാവുന്ന ഒരവസ്ഥ. അങ്ങനെ അവര് ചൂഷണം ചെയ്യുമ്പോൾ എന്താണ്, അവര് കുറെ ഡീറ്റെയിൽസ് ചോദിക്കും അല്ലെ. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ പാസ്വേഡ് എന്താണ്, അതിന്റെ പാസ്വേഡ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും അത് ആ കമ്പ്യൂട്ടറിന്റെ ഇതുകളൊക്കെ സെറ്റ് ചെയ്ത് പോകും. അപ്പൊ അവരെ എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻസ് എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും അവരെന്തായി ചിലപ്പോൾ ആണെങ്കിൽ പേഴ്സണൽ ആയിട്ട് അല്ലെ നമ്മുടെ ആ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സിസ്റ്റത്തിലേക്ക് കയറി പറ്റി എന്താണ് പേഴ്സണൽ റെക്കോർഡ്സും ഫിനാൻഷ്യൽ ഡാറ്റാസും അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അവര് ചൂഷണം ചെയ്ത് മനസ്സിലാക്കിയിരുന്നു. അവസാനം നമുക്ക് മനസ്സിലാവാം ഡാറ്റ ബ്രീച്ചസ് അല്ലെ അവസാനമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കാം എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഡാമേജുകൾ, അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രശസ്തിയൊക്കെ നഷ്ടപ്പെട്ടു വരുമ്പോൾ
അതിനെല്ലാം പ്രോബ്ലംസ് സംഭവിക്കുമ്പോഴായിരിക്കും എന്താണ് അതിങ്ങനെ പോയതായിരിക്കുമെന്ന് അവസാനമായിട്ട് പക്ഷെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്തെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഒരു ലെസണും കൂടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം മാനിന്റെ മിഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാല് എന്തായാലും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോരെ പോയിക്കോളൂ. എന്താണ് ടു പേഴ്സൺസിന് ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹാക്കേഴ്സ് അല്ലെ, അതല്ലെങ്കിൽ എന്താണ് മാൽവെയറിന്റെ ഒക്കെ ഷോർട്ട് ഫോം എന്തൊക്കെയാണ്, അതിൽ പെടാവുന്ന അല്ലെ മാൽവെയറിൽ പെടാവുന്ന മാറ്റേഴ്സുകളൊക്കെയാണ് നമ്മൾ കണ്ടായിരുന്നു. എന്താണ് കൺസിസ്റ്റ് ഓഫ് വൈറസ്, വോൺസ്, ട്രോജൻസ്, ട്രാൻസ്ഫയർ, ഇതൊക്കെല്ലാം മാൽവെയറിൽ പെടുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഇത് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ നിന്ന് ഒരുപാട് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ബേസിക്കലി അല്ലെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഓരോ PDF നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എക്സലും വേർഡും അല്ലെ ആ ഒരു എന്താണ് പ്രസന്റേഷൻ ടൂൾ എന്താണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നുണ്ടാവും. അതേമാതിരി തന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള മാറ്റേഴ്സിൽ നിന്നും ഒരുപക്ഷെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇത് അതേമാതിരി തന്നെ നേരത്തെ അല്ലെ നമ്മൾ കണ്ടു നെറ്റ്വർക്കുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെ നമ്മള് എല്ലാം ഒരു ഭാഗത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് എന്താന്നുള്ളത് ഓൺലൈൻ സെക്യൂരിറ്റി എന്താന്നുള്ളത് മനസ്സിലായോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പോകാം. നമുക്കൊരു ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയുടെ ചാപ്റ്റർ ആണ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ. എന്തായാലും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം. അപ്പൊ നമ്മള് കണ്ടു അല്ലെ, നമുക്ക് എടുത്ത് തീർക്കാനുള്ള ഒരു ചാപ്റ്റർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ റിവൈസ് ചെയ്യാട്ടോ. എന്തായാലും ഈ ചാപ്റ്ററും കൂടി നമുക്ക് എടുത്ത് തീർക്കാനുണ്ട്. സ്റ്റാർട്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ആണ് കമ്പ്യൂട്ടർ. അപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കാം. അതില് നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിലെന്താണ് നമ്മൾ കണ്ടു അല്ലെ, ഒരുപാട് ഹോസ്പിറ്റല് നമ്മൾ ഓവർവ്യൂ ഒക്കെ കണ്ടായിരുന്നു അല്ലെ. ഓവർവ്യൂല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരുപാട് ഡിസിഷൻസ് ഒക്കെ എടുക്കണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തങ്ങൾ എന്നും പറയുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളുണ്ട് അല്ലെ. നമ്മള് ജസ്റ്റ് ക്ലിനിക്കലായിട്ടുള്ള അല്ലെ രോഗ ചികിത്സ മാത്രമല്ല അവിടെ നടക്കുന്നത്. ഹോസ്പിറ്റലില് അല്ലെ പേഷ്യൻസും നഴ്സുമാരും ഡോക്ടർമാരും മാത്രമല്ല ഡ്യൂട്ടി ചെയ്യുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള വർക്കേഴ്സും ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത്. Non-clinical jobs are necessary for a multitude of departments in a hospital or a healthcare center. അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ളാതെ മറ്റു തരത്തിലുള്ള ജോബുകളും ആ ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളത് അല്ലെ. ശരിയല്ലേ? നമുക്കറിയാം ട്രീറ്റ്മെന്റ് മാത്രമല്ല, ട്രീറ്റ്മെന്റിന് മാത്രമല്ല വ്യക്തികളുടെ ഡ്യൂട്ടി ഉള്ളത്, അല്ലാതെ പല ഡിപ്പാർട്ട്മെന്റുകളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. Okay, then these administrative roles could see you working in a different departments in the hospital. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു ഭരണം അല്ലെ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഡോക്ടർ, പേഷ്യന്റ്, നഴ്സ് അത് മാത്രമേ പോലെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അത് കൈകാര്യം ചെയ്തു പോകാനുള്ള നന്നായിട്ട് ലീഡർഷിപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട കുറെ വ്യക്തികളുടെയും കൂടി പരിശ്രമം ഉണ്ടായാൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫസ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ അത് കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്നതാണ്. എന്താണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജുകളെ വിട്ടു നോക്കി, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് പറയും.
എന്തെങ്കിലും ഡ്യൂട്ടീസ് ഉണ്ട്? ആ ഓവർവ്യൂ ഒക്കെ എടുത്തപ്പോ നമ്മൾ പറഞ്ഞു അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അവരാണ് പൊതുവെ മാനേജ്മെന്റിനോട് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ എന്തെങ്കിലൊക്കെ? പ്ലാനിങ് വേണം, കുറെ ഡിസിഷൻസ് ഒക്കെ എടുക്കണം, പിന്നെ കോർഡിനേറ്റ് ചെയ്യണം എല്ലാവരും. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, ഡ്യൂട്ടികൾ ഓക്കെ, ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ എന്താണെന്നുള്ളതൊക്കെ നോക്കണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ അതേ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതാണ് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓവർസീയിങ് ദ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ആരോഗ്യ സംരക്ഷണ രംഗത്ത് അല്ലെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് റോള് അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോള് ആർക്കുണ്ട്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്? ഓക്കെ, അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർക്ക് അദ്ദേഹത്തിന് നല്ലൊരു ഡ്യൂട്ടി ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ടൈപ്പിക്കലി കൺസിസ്റ്റ് അല്ലെ, താഴെ പറയുന്ന റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം മാനേജ്മെന്റിനെ അറിയിച്ച് അത് നടപ്പാക്കി കൊണ്ടുവരുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾ ഫോർ ദ ഹോസ്പിറ്റൽ. സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ തന്ത്രപരമായിട്ട് അല്ലെ. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ നീണ്ടു നിൽക്കുന്ന ലോങ് ടേം ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഊന്നിക്കൊണ്ടുള്ള നല്ല രീതിയിലുള്ള പ്ലാനിങ് അത് എടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണത്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്, ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡിവൈസിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽസ് സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. നമുക്കറിയാം ഇപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള അല്ലെ നമ്മുടെ ട്രെൻഡ് അനുസരിച്ചിട്ടാണ്. ഹോസ്പിറ്റൽ നമുക്കറിയാം മുട്ടിന് ഹോസ്പിറ്റൽ ഉണ്ട്, അത് എല്ലായിടത്തും നല്ല നല്ല സേവനങ്ങൾ അവർ പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. പബ്ലിക് ജനങ്ങൾ അവിടെ സേവനം കിട്ടാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ അവരുടെ നിലപാടുകൾ കൂടി എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെ. കൺസിഡർ ചെയ്ത കാര്യങ്ങളും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് മാനേജ്മെന്റിനെ നിർദ്ദേശിക്കേണ്ടി വരും. അപ്പൊ എന്താണ് പറയുന്നത്? അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റിന്റെ ട്രെൻഡുകൾ എപ്പോഴും വിലയിരുത്തണം. ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്, ഏതൊക്കെ ഏരിയയിൽ ഇംപ്രൂവ്മെന്റുകളൊക്കെ വരുത്തേണ്ടിയിരിക്കുന്നു അല്ലെ. റിസപ്ഷനിസ്റ്റിന്റെ ഏരിയയിൽ ഇച്ചിരി കൂടി നമുക്ക് ഫെസിലിറ്റീസ് കൊടുക്കണോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്ക് അറിയാം മധ്യസ്ഥരത്തിലുള്ള കാൻഡി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വേണ്ടി ഇംപ്രൂവ്മെന്റ് വേണോ, അതിലെന്തെങ്കിലും എന്താണ് പേഷ്യൻസിന് അല്ലെ ക്യൂ ആയിട്ട് നിർത്താതെ ഡോക്ടേഴ്സിന് മുമ്പിൽ അവർക്ക് നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കൊടുക്കണോ, അങ്ങനെ അത് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിന് ആരുടെ ഡ്യൂട്ടിയാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഡൈവേഴ്സിംഗ് പ്ലാൻ ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽസ് സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് എവിടേക്ക് ഇംപ്രൂവ് ചെയ്യണോ അവിടേക്കൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പുരോഗതി വരുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്ലാനുകൾ എടുക്കേണ്ട ഒരു ഡ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരുന്നതാണ് അല്ലെ. ഫസ്റ്റ് ഞാൻ തുടങ്ങി വെച്ചുള്ളൂ, ഫസ്റ്റ് പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് തന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ മനസ്സിലായില്ലേ? വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് അവർ കൂടിയുണ്ട്. താങ്ക് യു.